ഹലോ ഗായ്സ്, ഐ എം റാഷി. നമ്മളിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നൊരു കാര്യം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവാം, വാമപ്പ് തന്നെയാണ്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് പറയുന്ന കാര്യങ്ങൾ വാമപ്പ് അതെങ്ങനെ ചെയ്യാം, അതെപ്പോൾ ചെയ്യാം, അത് ഏതൊക്കെ തരത്തിൽ നമുക്ക് ഉപകാരപ്പെടും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ മെയിനായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് എക്സസൈസ് ചെയ്യാനായിട്ട് ചിലപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂറോ അല്ലെങ്കിൽ 2.5 മണിക്കൂറൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷെ എന്നാൽ പോലും ഒരു 2 മിനിറ്റ് പോലും ആരും എന്ത് ചെയ്യില്ല, വാമപ്പിന് വേണ്ടിയിട്ട് മാറ്റി വെക്കില്ല. അപ്പോൾ ചിലർക്ക് ഇതിനെപ്പറ്റി അറിയാത്തതുകൊണ്ടാണ്, ചിലർക്ക് അതിനെപ്പറ്റി അറിഞ്ഞിട്ടും അതിനെ വളരെ നിസ്സാരമാക്കി കണ്ടുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇനി ഈ വീഡിയോ കണ്ടത് മുതൽ ആരും ഇനി അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യരുത്. വാമപ്പിന് അതിൻ്റേതായുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്തൊക്കെയാണ് വാമപ്പ് കൊണ്ടുള്ള ഗുണങ്ങൾ നമുക്ക് ഒന്നൊന്നായിട്ട് പറയാം. ആദ്യം പറയാനുള്ളത്, നമ്മൾ ഏതൊരു എക്സസൈസ് ചെയ്യാൻ പോവുകയാണെങ്കിലും നമുക്കതിൻ്റെ പെർഫോമൻസ് നല്ല രീതിക്ക് നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നമ്മളെ ബ്ലഡ് ഫ്ലോ നല്ല രീതിക്ക് നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് കഴിയും. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഇഞ്ചുറീസും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് തടയാനായിട്ട് കഴിയും. നമ്മൾ ജിമ്മിൽ വരുന്ന എല്ലാ ഇഞ്ചുറീസും വാമപ്പ് ചെയ്യാത്തതുകൊണ്ട് മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന വർക്കൗട്ടിന് അനുസരിച്ചിരിക്കും, അതിൻ്റെ കറക്റ്റായുള്ള ഫോമിന് അനുസരിച്ചിരിക്കും. നമ്മൾ നല്ല രീതിക്ക് വാമപ്പ് ചെയ്ത് പോയിട്ട് നമ്മൾ ഏതെങ്കിലും തരത്തിൽ റോങ് മിസ്റ്റേക്ക് ആയിട്ടുള്ള നമ്മൾ ഇതിൻ്റെ എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ തരത്തിൽ ഇഞ്ചുറി ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് വാമപ്പുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. അപ്പോൾ നമ്മൾ പറയുന്നത് ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വാമപ്പ് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഇഞ്ചുറീസിനെ കുറക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി മുതൽ ആരും വാമപ്പ് ചെയ്യാതെ ഡയറക്റ്റ് പോയിട്ട് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യരുത്. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് നേരെ നമ്മൾ വാമപ്പിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്രീത്തിങ് ആണ്. നമ്മൾ 2 ടൈപ്പ് ഓഫ് ബ്രീത്തിങ് ആണ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് തന്നെ ചെയ്യുക. ഞാനിതിലൊരു 3 times 6 times ഒക്കെയാണ് കാണിച്ചു തരുന്നത്. നിങ്ങൾ ടൈം എടുത്തുകൊണ്ട് തന്നെ ഒരു 10 times ഒക്കെ ചെയ്യാം നമുക്ക്. ഞാനിതിൽ ജസ്റ്റ് ഒരു ഡെമോ പോലെ ഒരു 3 times മാത്രമേ കാണിച്ചു തരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ 20 seconds 10 reps വെച്ച് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ കാണിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയ ഒരു സമയം കൊണ്ട് നമ്മളുടെ എല്ലാ ബോഡി ജോയിൻസും അതുപോലെ തന്നെ ചെറിയ ബ്രീത്തിങ് ലെവലെല്ലാം കറക്റ്റ് ചെയ്യാനുള്ള ചെറിയൊരു വാമപ്പ് മാത്രമാണ്. ഇത് മാത്രമല്ല, ഒരുപാട് ടൈപ്പ് ഓഫ് വാമപ്പുകളുണ്ട്. അപ്പോൾ ഓരോ ട്രെയിനേഴ്സും അവരുടെ ക്ലയൻസിനെ ട്രെയിൻ ചെയ്യുന്നത് അവരുടേതായിട്ടുള്ളൊരു മെത്തേഡ് വെച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കുക.
പിന്നെ നമുക്കിത് കൂടാതെ തന്നെ എന്ത് ചെയ്യാം, ഇപ്പോൾ ഇന്ന് ലെഗാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലെഗിനെ സ്പെഷ്യലൈസ് ചെയ്തിട്ട് ഒരുപാട് വാമപ്പുകൾ ചെയ്യാൻ പറ്റും, സ്ട്രെച്ചിങ് ചെയ്യാൻ പറ്റും. ഷോൾഡർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഫോക്കസ് ചെയ്ത് ചെയ്യാൻ പറ്റും. ബാക്ക് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഏത് പാർട്സ് ആണെങ്കിലും അതിനെ ഫോക്കസ് ചെയ്ത് ഇത് കൂടാതെ നമുക്ക് അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാം, വാമപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ചെയ്യാൻ പോകുന്ന എക്സസൈസ് നമുക്ക് ഒന്നുകൂടെ നല്ല രീതിക്ക് പെർഫോം ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഇത് കൂടാതെ തന്നെ നമുക്കിതിൽ ഹൈ നീസ്, ജമ്പിങ് ജാക്സ് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ഉൾപ്പെടുത്താം. അതൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. നമുക്കത് ഇതിൻ്റെ കൂടെ ഒരുപാട് വാമപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് റെപ്സ് അത് ചെയ്യാതിരിക്കുക, വളരെ ചുരുങ്ങിയ റെപ്സിൽ തന്നെ അത് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ ഇപ്പോൾ ഒരുപാട് ജമ്പിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് എനർജി ലെവൽ നല്ല രീതിക്ക് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആ ചെയ്യാൻ പോകുന്ന എക്സസൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നല്ല രീതിക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ വാമപ്പിനെ പറ്റി പരിചയപ്പെടുത്തിയ പോലെ തന്നെ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഒരു ബിഗിനറെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു വീഡിയോ ഇറക്കുന്നുണ്ട്. അതായത് ഒരു ബിഗിനറായിട്ടുള്ള ഒരാൾ ഒരു ജിമ്മിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാൾ ഏത് തരത്തിലുള്ള വാമപ്പ് ചെയ്യണം, ഏത് തരത്തിലുള്ള എക്സസൈസ് ചെയ്യണം, അയാൾ കാർഡിയോ ചെയ്താൽ മതിയോ അതോ അയാൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യണോ എന്നുള്ള ഒരുപാട് സംശയങ്ങൾ നമുക്കിടയിൽ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു വീഡിയോ ഇറക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് കറക്റ്റായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ബേസിക് ആയിട്ടുള്ള വാമപ്പ് അതെങ്ങനെ ചെയ്യാന്നുള്ളവർക്കും മനസ്സിലായി. ഇനി അക്കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ടില്ല. ഇനി നിങ്ങൾ കറക്റ്റായിട്ട് ഞാൻ ഈ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കറക്റ്റായി നിങ്ങളുടെ വർക്കൗട്ട് റൊട്ടീനിൽ നിങ്ങൾ അത് ഫോളോ ചെയ്ത് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ല രീതിക്ക് വാമപ്പ് ചെയ്തുകൊണ്ട് തന്നെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുക, നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.